ബീൻസിൻ്റെ നീളം കണ്ടോ? നമ്മുടെ ബീൻസ് ഇത്ര നീളം വയ്ക്കും. കുറച്ചും കൂടി ചിലപ്പോൾ നീളം വയ്ക്കായിരിക്കാം. ഞാൻ ഒത്തിരി മൂക്കുന്നതിന് മുമ്പ് പറിച്ചു. അപ്പോൾ ഏകദേശം എൻ്റെ കൈയുടെ എൽബോയുടെ അത്ര വലിപ്പമുണ്ട്. നല്ല നീളമുള്ളതുള്ളൂ. ഒരു 5 ഉണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലിക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ഗാർഡൻ. നല്ല സൂര്യകാന്തിയൊക്കെ വിളർന്ന് നിൽക്കുന്നുണ്ട്. ബീൻസ് പൂത്ത് വളരെ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ? കുങ്കുമപ്പൂ പോലെ ചുമന്ന നമ്മുടെ ബീൻസ് പൂക്കൾ. പിന്നെ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്, മറ്റൊരു ചെറിയ മത്തങ്ങ. ഓണത്തിന് വേണ്ടി നമുക്ക് മത്തങ്ങകളായിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ചെറിയ മത്തങ്ങ, പിന്നെ മറ്റൊരു ഇടത്തരം മത്തങ്ങ. അങ്ങനെ റോസാപ്പൂക്കളൊക്കെ ആയി. റോസിൽ കുറച്ച് ബീൻസ് കയറിയിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇതുപോലെയാണ് ബീൻസ്. അത്യാവശ്യം നല്ല നീളം വയ്ക്കുന്ന ബീൻസാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് നമുക്ക് കറി കഴിക്കാം. പിന്നെ ചോളം ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ആപ്പിളും വലുതായിക്കൊണ്ടിരിക്കുന്നു. ബീൻസൊക്കെ കുറച്ചും കൂടി ഒരു 2 ആഴ്ചയോടും കഴിഞ്ഞാൽ ബീൻസൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങും. ഇപ്പോൾ കുറച്ചുള്ളൂ. ഇപ്പോൾ പൂക്കളാണ് അധികം. ഇപ്പോൾ പൂക്കളിൽ ഇതുപോലെ കായ്ക്കളായിട്ടുണ്ട്. അതൊരു 2 വീക്സ് കഴിഞ്ഞാൽ നമുക്ക് പറിക്കറിയാവും. എൻ്റെ ഇടയിൽ ഓരോ സൂര്യകാന്തി ഉണ്ട്. ഇപ്പോൾ തേനീച്ചകളൊക്കെ വരും. നല്ല വലിപ്പമുള്ള നല്ല സൈസുള്ള ഒരു സൂര്യകാന്തി കേട്ടോ. കണ്ടാ സൂര്യകാന്തി എൻ്റെ തലയുടെ അത്ര ഉണ്ട്. സൂര്യകാന്തി നല്ല അടിപൊളി പൂവല്ലേ? സൂര്യകാന്തിയുടെ മണം ഒരു പ്രത്യേക മണം അല്ലേ? എനിവേ, അടിപൊളി പൂവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ കൊച്ചു കാഴ്ചകൾ. നമ്മുടെ പെയർ നമ്മൾ പറിക്കുക കേട്ടോ. നമ്മുടെ പെയർ അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നല്ല റെഡ് കളറായിട്ടുണ്ട്. നമുക്കൊരു 5 ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെയർ പറിച്ചത് ഇവിടെ വെക്കട്ടെ. വേണ്ട, നമുക്കൊരു 5 പേരുണ്ടായിട്ടുണ്ടേ. അപ്പോൾ അത് നമ്മൾ പറിക്കുകയാണ്. ആദ്യമായിട്ടുണ്ടായി പേര. നമ്മുടെ ആപ്പിള് ചെറിയ കറിയാപ്പിളാണത്, ചെറുത്. അത് വലുതായി വരുന്നുള്ളൂ. കുറേയൊക്കെ കേടുണ്ട്. ആപ്പിൾ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നുണ്ട്, വലുതായി വരുന്നു. പിന്നെ കുറച്ച് പൂക്കൾ, പിന്നെ നമ്മുടെ സൺഫ്ലവർ. വേണ്ട, ഇത് ചെറിയ സൺഫ്ലവർ ആട്ടോ. നമ്മുടെ ബാക്ക് ഗാർഡനിലാണ് വലിയ സൺഫ്ലവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വിളവെടുപ്പ്. നമ്മുടെ പയറൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ പയറങ്ങ് വിളവെടുത്തതാണ്. അത്യാവശ്യം നീളം വയ്ക്കും കേട്ടോ. നമ്മൾ നീളം വയ്ക്കുന്നവർ വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ പറിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര ആയിട്ട് കിട്ടത്തില്ല. നല്ല ടേസ്റ്റുള്ളൊരു ബീൻസാണ്. ആപ്പിളും 2 പറിച്ചിട്ടുണ്ട്. ഈ ആപ്പിൾ നമുക്ക് ആദ്യമായിട്ടുണ്ടായതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ പോവാണ്. അപ്പോൾ ഇത് നാട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടി 2 ആപ്പിളും പറിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി മൂക്കാനുണ്ട്. റെഡ് ആപ്പിളാണ്, എങ്കിലും 2 നമ്മുടെ വീട്ടിലുണ്ടായതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യുക. നമ്മുടെ
പുതിയ ചാനലാണിത്. പഴയ ചാനൽ നമ്മൾ ഹാക്കേഴ്സ് കൊണ്ടുപോയി കാരണം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വേണേ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ ചാനൽ മിക്കവാറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അതുകൊണ്ട് ഇനി കാര്യമില്ല. നമ്മുടെ പുതിയ വീഡിയോകൾ കാണണമെങ്കിൽ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.